So tasty. So welcome back to another video of Lean Bulk. Lean Bulkന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ പുഷ് ഡേ ആയിരുന്നു. ഇന്നലെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ഇന്നലെ വേഗം പോയി ഒരു 3 ചെസ്റ്റിന് ഒരു 3 എക്സസൈസും അതുപോലെ തന്നെ ട്രൈസിന് ഒരു എക്സസൈസ് ചെയ്തുള്ളൂ. പിന്നെ ഷോൾഡറിന് 2 എക്സസൈസ് മാത്രം ചെയ്തിട്ട് നിർത്തി. ഇന്ന് ഫുൾ ഡേ ആണ്. ഫുൾ ഡേയിൽ നമ്മൾ ബാക്കിന് ഒരു 3 എക്സസൈസ് കൊടുക്കും. അതായത് അണ്ടർ ഹാൻഡ് ലാറ്റ് പുൾ ഡൗൺ കൊടുക്കും. പിന്നെ ഏതെങ്കിലും ഒരു റോയിങ് മൂവ്മെന്റ് കൊടുക്കും. മെഷീൻ റോ അല്ലെങ്കിൽ ബാർബെൽ റോ കൊടുക്കും. ബാർബെൽ റോ കുറേ ചെയ്തിട്ട് ചിലപ്പോൾ ഇന്ന് ബാർബെൽ റോ ട്രൈ ചെയ്യണം എന്നുണ്ട്. കുറേ ആയില്ലേ. അപ്പോൾ ചിലപ്പോൾ ഇന്ന് റോയിങ് മൂവ്മെന്റിൽ ബാർബെൽ റോ അല്ലെങ്കിൽ മെഷീൻ റോ. പിന്നെ പുൾ ഓവർ, കേബിൾ പുൾ ഓവർ ചെയ്യും. പിന്നെ അത് കഴിഞ്ഞാൽ ബൈസിപ്സിന് ഒരു 2 എക്സസൈസ് ചെയ്യും. അതായത് ഏതെങ്കിലും ഒരു കേളിങ് മൂവ്മെന്റും ചെയ്യും. അതുപോലെ തന്നെ ഹാമർ കേളും. പിന്നെ ഫോർ ആംസിന് ചിലപ്പോൾ കേബിളില് അതിന്റെ പേരെന്താന്ന് അറിയില്ല, ഇങ്ങനെ പിടിച്ചിട്ട് ചെയ്യൂലേ, അത് ചെയ്യും. അല്ലെങ്കിൽ പിന്നെ ഫോർ ആംസിന് നോർമൽ ഡംബൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നും ചെയ്യും. അങ്ങനെ പിന്നെ റിയർ ഡെൽറ്റിന് ചെയ്യും. ഇന്ന് ഫുൾ ഡേയിൽ റിയർ ഡെൽറ്റിന് ഒരു വർക്കൗട്ട് ചെയ്യും. അതോടെ ഫുൾ ഡേ ഫിനിഷ് ചെയ്യും. അപ്പോൾ ഫുൾ ഡേക്ക് നമ്മുടെ ബെറ്റർ പമ്പ് ആൻഡ് പെർഫോമൻസിന് വേണ്ടിയിട്ട് പ്രീ വർക്കൗട്ടിനുള്ളതാണ് ദിസ് വൺ, ബീറ്റ്റൂട്ട്. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് മൈ പ്രീ വർക്കൗട്ട് മീൽ. അതായത് വർക്കൗട്ടിന് മുമ്പ് നല്ലപോലെ ബ്ലഡ് ഫ്ലോ ഒക്കെ വരുന്നത് ഞാൻ പറഞ്ഞില്ലേ. ബീറ്റ്റൂട്ട്, ജിഞ്ചർ, ചെറിയ പീസ് ഓഫ് ജിഞ്ചർ. ഇത് മൊത്തം കഴിക്കാമെന്ന് അറിയില്ല, ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ ജിഞ്ചർ, പിന്നെ കുറച്ച് സോൾട്ട് ഉണ്ട്, കാണുന്നില്ലല്ലോ, സോൾട്ട് ഉണ്ട് കുറച്ച്, ലിറ്റിൽ പിഞ്ച് ഓഫ് സാൾട്ട്. പിന്നെ നല്ലപോലെ പമ്പൊക്കെ ഇട്ടാൻ വേണ്ടിയിട്ട് 2 ബനാന. അപ്പോൾ പ്രീ വർക്കൗട്ടിന് മുമ്പായിട്ട് ക്വിക്ക് ഡൈജഷൻ ആവുന്ന എന്തെങ്കിലും ഒരു കാർബ്സ്, അതായത് വൈറ്റ് റൈസ്, ഈ ബനാന അല്ലെങ്കിൽ പൊട്ടാറ്റോ, സ്വീറ്റ് പൊട്ടാറ്റോ, അങ്ങനെയുള്ള ക്വിക്ക് ഡൈജഷൻ ആവുന്ന കാർബ്സ് എന്തെങ്കിലും ആഡ് ചെയ്താൽ നല്ലതായിരിക്കും. നമുക്ക് പെട്ടെന്ന് എനർജിക്ക് വേണ്ടിയിട്ട് ഇത് യൂസ് ആവും. ഇപ്പോൾ ബ്രൗൺ റൈസോ അല്ലെങ്കിൽ ബ്രൗൺ ബ്രെഡൊക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ ഒരു 45 to 1 hour മുമ്പെങ്കിലും എടുക്കണം. കാരണം അത് സ്ലോ ഡൈജഷൻ ആവുന്ന കാർബ്സാണ്. അപ്പോൾ മെല്ലെ നമ്മുടെ ബോഡിയിൽ ഡൈജസ്റ്റ് ആയിട്ട് അബ്സോർബ് ചെയ്യുള്ളൂ. അപ്പോൾ അതിന് എനർജിയൊക്കെ റിലീസ് ആവാൻ വേണ്ടി കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ഇങ്ങനെയുള്ള എന്തെങ്കിലും ക്വിക്ക് ഡൈജഷൻ ആവുന്ന ബനാന അങ്ങനെയുള്ള സിമ്പിൾ കാർബ്സ് യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ പ്രീ വർക്കൗട്ടിന് കേട്ടോ. അതുപോലെ തന്നെ പോസ്റ്റ് വർക്കൗട്ടിനും. വർക്കൗട്ട് ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻറ്റ് മീൽ എന്ന് വെച്ചാൽ ഒന്ന് പോസ്റ്റ് വർക്കൗട്ട് മീലും അതുപോലെ തന്നെ പ്രീ വർക്കൗട്ട് മീലും. അപ്പോൾ പ്രീ വർക്കൗട്ട് മീലിലും പോസ്റ്റ് വർക്കൗട്ട് മീലിലും കാർബ്സ് ഇൻക്ലൂഡ് ചെയ്യണം. അതാണ് ഇമ്പോർട്ടൻറ്റ്. എന്ന് വെച്ചാൽ ബോഡിയിൽ നമ്മൾക്ക് എനർജി സോഴ്സിനും ഈ വർക്കൗട്ട് ചെയ്യുമ്പോൾ മാത്രമല്ല, നമ്മുടെ ആഫ്റ്റർ വർക്കൗട്ട് ഈ ബോഡിയിൽ പ്രോട്ടീൻ സിന്തസിസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കാൻ വേണ്ടിയിട്ടും നമുക്ക് കാർബ്സിൻ്റെ ആവശ്യം ഉണ്ടാവും. അപ്പോൾ ത്രൂ ഔട്ട് ബോഡിക്ക് എനർജി കിട്ടാനും നമ്മുടെ വർക്കൗട്ടിന് എല്ലാത്തിനും എനർജിക്ക് വേണ്ടിയിട്ട് കാർബ്സ് ഇൻക്ലൂഡ് ചെയ്യണം. പ്രീ വർക്കൗട്ടും പോസ്റ്റ് വർക്കൗട്ടിലും കാർബ്സ് ഇമ്പോർട്ടൻറ്റ്, മറക്കണ്ട. അപ്പോൾ ഞാൻ എൻ്റെ പ്രീ വർക്കൗട്ട് മീൽ ഫിനിഷ് ചെയ്തിട്ട് വർക്കൗട്ട് ചെയ്യുമ്പോൾ കാണാം. പിന്നെ വർക്കൗട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ വോയിസ് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല, കാരണം മൈക്കില്ല. സോ വീഡിയോ എൻജോയ് ചെയ്തോ. സംസാരിക്കാൻ പറ്റുകയാണെങ്കിൽ സംസാരിക്കാം, നോക്കാം. ലെറ്റ് മീ ഫിനിഷ് ദിസ് ആൻഡ് ദിസ്. ജിഞ്ചർ, You
ഇടയിൽ വോയിസ് ഒന്നും റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല, മൈക്കില്ലാത്ത കാരണം. മൈക്ക് മേടിക്കുന്നുണ്ട്. അപ്പോൾ സൂൺ നമ്മൾ അപ്ഗ്രേഡ് ആയിട്ട് ഇതിലും നല്ലപോലെ വീഡിയോസ് ഇടാൻ തുടങ്ങും. ആൻഡ് ഡിന്നറിനൊരു 4 ഹോളഗും അതുപോലെ തന്നെ ഒരു 250 ഗ്രാം റൈസും കഴിക്കും. ആൻഡ് കിടക്കുമ്പോൾ ഒരു ഗ്ലാസ് മിൽക്കും കുടിച്ചിട്ട് കിടക്കും. ആൻഡ് കമൻസിൽ എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളൊക്കെ പറയാം. സോ സബ്സ്ക്രൈബ് ആൻഡ് മേക്ക് മീ ഹാപ്പി. ബൈ.